സൂഫി ബോർഡ് എന്ന പേരിൽ, ഇസ്ലാമിക് സൂഫി ബോർഡ് എന്ന ഇന്ത്യ എന്ന പേരിലൊരു സംഘടന 2013 നിലവിൽ വന്നിട്ടുണ്ട്. അവരുടെ കേരള ഘടകം മണ്ണാർക്കാട് അമ്പംകുന്ന് ഈ ആഴ്ചയിൽ ഒരു ഓഫീസ് തുടങ്ങുകയും അതിൻ്റെ ഭാഗമായി അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ പത്രസമ്മേളനവും ഉദ്ഘാടന പ്രഭാഷണമൊക്കെ നടത്തിയപ്പോൾ പരിശുദ്ധ ഇസ്ലാമിനോട് തീരെ യോജിപ്പില്ലാത്ത കുഫ്രിയത്തും ഷിർക്കും മാത്രം പറയുന്ന, അതാണ് സൂഫിസം എന്ന പേരിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറേ വീഡിയോസ് അവർ പുറത്തുവിടണ്ടായി. പത്രസമ്മേളനത്തിൻ്റേതുണ്ട്, അവരുടെ ഉദ്ഘാടന പ്രഭാഷണത്തിൻ്റേതുണ്ട്. പരിശുദ്ധ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, സൂഫിസം എന്നാൽ തനി ഇസ്ലാം വിരുദ്ധമായ, മതവിരുദ്ധമായ എന്തോ ഒരു ആദർശധാരയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കും വിധത്തിലാണ് അവരുടെ പത്രസമ്മേളനവും പ്രഭാഷണങ്ങളും ഉണ്ടായത്. അതിൽ ഓരോ പോയിന്റും വിസ്തരിച്ച് ചർച്ച ചെയ്യാൻ നമ്മുടെ സമയം പര്യാപ്തമല്ലെന്ന് എനിക്ക് ശരിക്കറിയാം. ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ദാർശനികമായ കുറേ ചർച്ചകൾ ഇതിൽ കടന്നു വരേണ്ടതുണ്ട്. അദ്വൈതം മുതൽ വഹദത്തുൽ വജൂദ് വരെയും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുമുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനൊക്കെ നല്ല സമയം ആവശ്യമായി തീരും. ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.